തായ്ലൻഡിൽ പോയിട്ട് പുഴുവിനെയും പല്ലീനെയൊക്കെയാണോ കഴിച്ചത്? കുറച്ചു പേരുടെങ്കിലും മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടാവും. സോ നമ്മളിപ്പോൾ പോകുന്നത് പുഴു, തേള്, ചിലന്തി തുടങ്ങി മുതലിറച്ചി വരെ കിട്ടുന്ന തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ മാളിലേക്കാണ്. വാട്ട് അരുൺ ടെമ്പിളിൽ നിന്ന് ബോട്ടിൽ കയറി ചാവോ ഫ്രായ നദിക്കരയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഐക്കൺ സിയാം മാളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും തായ്ലൻഡിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകളാണ്. നമ്മൾ എത്തിയ സമയം ഇവിടെ ഒരു സീ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ഫുഡ് സ്റ്റാളുകളിലും കണവ, കൊഞ്ച്, ഞണ്ട് തുടങ്ങി വിവിധ സീ ഫുഡ് ഐറ്റംസ് ആയിരുന്നു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിനകത്തൊന്നും ശ്രദ്ധ കൊടുക്കാതെ തായ്ലൻഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള തായ് മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടുന്ന ഒരു കട കണ്ടപ്പോൾ അത് ട്രൈ ചെയ്യാമെന്നായി. വളരെ മികച്ച പ്രസന്റേഷനിൽ തന്നെ മുന്നിലെത്തിയെങ്കിലും ഈ ടേസ്റ്റ് ചെയ്തപ്പോൾ കണ്ട എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി അധികം ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നായി ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ കുറച്ച് ഉപ്പും കുറച്ച് മധുരവും ഒക്കെ ചേർന്ന ഒരു രുചി എനിക്ക് അത്ര അങ്ങോട്ട് ആ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മാങ്ങയുടെ രുചി പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല മധുരമായിരുന്നു. കുറച്ചു നേരവും കൂടെ മാളിലൊക്കെ ചുറ്റിക്കറങ്ങി ബാക്കിയുള്ള നിലയിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇതാണ്ട് 7ാം നിലയിൽ എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു വാട്ടർഫോൾ ഇതെന്തോ വല്ലാത്ത ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. അതേ നിലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യൂയിങ് പോയിന്റിലും കൂടെ പോയിട്ട് നമ്മൾ മാളിന്റെ പുറത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് പിന്നെയും വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്കും നേരെ താഴെ വന്ന് ഒരു തായ് നൂഡിൽസും കൂടെ വാങ്ങി കഴിച്ചു. ഈ കാണുന്നതാണ് മുതല ഗ്രില്ല് ചെയ്തത്. ഒരു സ്റ്റിക്കിന് 100 ബാത്തായിരുന്നു വില. മറ്റൊരു സ്റ്റാളിൽ പുഴു, ചിലന്തി, തേള് മുതലായവയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു ടീ കോഫി ബോർഡ് കണ്ട കടയിൽ കയറി ഒരു തായ് മിൽക്ക് ടീ കൂടി പറഞ്ഞു. നമ്മൾ തായ്ലൻഡ് വന്നപ്പോഴേ വിചാരിച്ചതാണ് ഈ ഒരു സാധനം ട്രൈ ചെയ്യണമെന്ന്. അതൊരു ഒന്നൊന്നര ഐറ്റം ആയിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ തായ് മിൽക്ക് ടീ ഒക്കെ കുടിച്ച് തിരികെ ബോട്ടിൽ കയറി ഐക്കൺ സിയാമിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോയത് വാട്ട് ഫോയിലേക്കാണ്. അഥവാ ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ 300 ബാത്ത് എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. ഏകദേശം 46 മീറ്റർ നീളമുള്ള സ്വർണം പൂശിയ ചാരിക്കിടക്കുന്ന ബുദ്ധന്റെ പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇവിടുത്തെ മിക്ക ക്ഷേത്രങ്ങളിലും ഇവരുടേതായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് നിർബന്ധമാണ്. തോളും കാൽമുട്ടുകളും മറയ്ക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ നമുക്ക് ധരിച്ച് കയറാൻ പാടുള്ളൂ. അങ്ങനെ ബുദ്ധന്റെ പ്രതിമയ്ക്ക് ചുറ്റും കുറച്ചു നേരം നടന്ന് വാട്ട് ഫോയിലെ മറ്റു ക്ഷേത്ര സമുച്ചയങ്ങളും കണ്ട് നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറി ഇപ്പൊ എത്തിയേക്കുന്ന സ്ഥലമാണ് ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട്. ഇത് ബാങ്കോക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഓപ്പൺ എയർ മാളാണ്. ചാവോ ഫ്രായ നദിയിലൂടെയുള്ള മിക്ക ഡിന്നർ ക്രൂസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റാണ്. നമ്മുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ട് ടിക്കറ്റിന്റെ മെയിൻ ഹൈലൈറ്റും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 7:15 ലാസ്റ്റ് ബോട്ട് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ മനോഹരമായ ചാവോ ഫ്രായ നദിയും പ്രകാശപൂരിതമായ ഐക്കോൺ സിയാം മാളും വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത വാട്ട് അരുൺ ടെമ്പിളും മറ്റനേക കാഴ്ചകളും ഒക്കെ ഈ ഒരു ബോട്ട് ട്രിപ്പിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ലാസ്റ്റ് പോയിന്റായ ഫ്രാ ആർത്തിട്ടിൽ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങി ഫുഡും ഒക്കെ വാങ്ങിച്ച് ഹോട്ടലിൽ വന്ന് കുറച്ചു നേരം പൂളിലൊക്കെ കിടന്ന് മനോഹരമായ തായ്ലൻഡിലെ മറ്റൊരു ദിവസം കൂടി അവസാനിപ്പിച്ചു.